ഷിരൂരിൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് തീരുമാനം. കനത്ത മഴ തുടരുന്നതും പുഴയിലെ അടിയൊഴുക്കുമാണ് വെല്ലുവിളി. ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ രീതികൾ കൂടി വരും ദിവസങ്ങളിൽ നടപ്പിലാക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, 11ാം ദിവസമായ ഇന്നും വിഫലമാണ്. ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണോ തീരുമാനം? ഈ പ്രതികൂല കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പുതിയ രീതികൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനവും. തീർച്ചയായും സുരേഷ്, അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആധുനിക രീതികൾ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ പോൺടൂൺ ഫ്ലോട്ടിംഗ് എന്ന പുതിയ ഒരു രീതി അവലംബിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് കാരണം എന്തെന്നാൽ ഈ പുഴയിൽ തിരച്ചിലിന് പ്രധാനമായിട്ടും വെല്ലുവിളിയാവുന്നത് പുഴയിലെ ഒഴുക്കാണ്. ശക്തമായ ഒഴുക്കാണ് പുഴയിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 6.2 നോട്ട്സ് വരെയും പിന്നീട് ഇന്നിപ്പോൾ 8 നോട്ട്സ് വരെയൊക്കെ ഈ ഒഴുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ പുഴയിൽ ബോട്ടുകൾ ഉപയോഗിച്ച് ഡങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് അത് നിലയുറപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട്. അത്തരത്തിൽ ഈ ബോട്ടുകൾ അവിടെ നിലയുറപ്പിച്ച് താഴേക്ക് ഇറങ്ങി വേണം ഈ ലോറിയുടെ സാന്നിധ്യമുള്ള ഇടത്ത് പരിശോധന ഉൾപ്പെടെ നടത്താൻ. പക്ഷെ അതിനൊന്നും കഴിയാത്ത ഒരു സ്ഥിതി, അത്രത്തോളം ഒഴുക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പുതിയ രീതി ഫ്ലോട്ടിംഗ് പോർട്ടൂൺ എന്ന് പറയുന്ന ഒരു രീതി, അതായത് നമ്മുടെ ഈ ചങ്ങാടമൊക്കെ പോലുള്ള വസ്തുവാണിത്, അത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പുഴയിൽ നിർത്തിക്കൊണ്ട് അതിൽ കയർ കെട്ടി താഴേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് പോർട്ടൂൺ എന്ന് പറയുന്ന ആ ഒരു രീതി. അത് ഏതായാലും നാളെ നടപ്പാക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗോവയിൽ നിന്നും ഇന്ന് രാത്രി തന്നെ അതിന് വേണ്ട സാമഗ്രികൾ, ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയലുകളെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഈ ഷിരൂരിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഇന്നിപ്പോൾ പ്രധാനമായും നടന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു തിരച്ചിൽ ഇനിയും തുടരാനുള്ള ഒരു തീരുമാനം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയൊക്കെ ചേർന്നിട്ടുള്ള യോഗത്തിൽ തീരുമാനം എടുക്കുകയുണ്ടായി. രണ്ടാമതായി നടന്നത് ഈ ഡ്രോൺ പരിശോധനയാണ്. ആ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം 2 ഭാഗങ്ങളിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇന്ന് നടത്തിയ പരിശോധനയിലും ഈ ഒരു ലോഹ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ഒരു മൂന്നാമതൊരു ഭാഗത്താണ് ലോഹ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ആ മൂന്നാമത്തെ ഭാഗത്തെ ലോഹ സാന്നിധ്യം കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഈ ഡ്രോൺ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. അതായത് ഈ അപകടം നടന്നതിന് ശേഷം കണ്ടെയ്നറിന്റെ അല്ലെങ്കിൽ ലോറിയുടെ 2 ഭാഗങ്ങൾ, ചെറിയ 2 ഭാഗങ്ങളായിരിക്കാം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ 2 ഭാഗത്തായിട്ടുള്ളത്. അത് കഴിഞ്ഞ് ലോറി കുറച്ചുകൂടെ മുന്നോട്ട് നിരങ്ങി നീങ്ങിയതായിരിക്കാം ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന മൂന്നാമത്തെ ഭാഗത്ത് എന്നുള്ളതാണ് ഒരു അനുമാനത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മൂന്നാമത്തെ ഭാഗം മൺകൂനയ്ക്ക് സമീപമായിട്ടാണ് ഈ മൂന്നാമത്തെ ഭാഗം വരുന്നത്. അവിടം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ തിരച്ചിൽ നടത്തണമെങ്കിൽ, ആ ഭാഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് ഒഴുക്ക് നിയന്ത്രണ വിധേയമാകണം. പക്ഷേ ഈ ഒരു ഗംഗാവലി പുഴയിൽ ശക്തമായ ഒഴുക്ക് ഇങ്ങനെ തുടരുന്നു. മാത്രമല്ല പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് ഇവിടെ. എപ്പോഴും ശക്തമായ മഴയും കാറ്റുമൊക്കെ തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ, ഈ ഡങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇനി നേവിയുടെ കൂടുതൽ ഈ ഒരു പോണ്ടിംഗ് ഫ്ലോട്ടിംഗ് ഉൾപ്പെടെയുള്ള പുതിയ രീതിയിലേക്ക് കടക്കുന്നത്. നാളെ തന്നെ അത്തരം പരീക്ഷണങ്ങളും നടക്കും. അതിലൂടെയെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഇന്ന്. അത് മനുഷ്യ സാന്നിധ്യം ഈ ഭാഗത്തുണ്ടോ എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനുവേണ്ടി തെർമൽ സ്കാനിംഗ് ഡിറ്റക്ഷൻ അത് നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധനയിൽ ഇത്തരത്തിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഷിരൂരിൽ നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.